കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് ആ ചെറിയ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുങ്ങിയിട്ട് അമ്മ പോവാം. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണ്, ഞാൻ 6ാം ക്ലാസ്സിലായിരിക്കും. സ്ഥലവും വീടൊന്നും പറഞ്ഞില്ല. ഒരു വീട് കാറിലേക്ക് കയറാൻ പോകുമ്പോൾ അവർ പറഞ്ഞു കാറിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞു. കാറിൽ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരിക. കല്യാണത്തിന് വൈകുന്നേരം പോകില്ല, അമ്മ കരഞ്ഞുകൊണ്ട് വന്ന് ഞാൻ ചിരിയായിരുന്നു. എന്തോ കൂട്ടിയിട്ടില്ലേ, എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞാൽ അമ്മ ശരിക്കും കരയാൻ തുടങ്ങി. അമ്മ കരയാൻ റേറാ. അമ്മ എനിക്ക് തീരെ വയ്യാണ്ടെന്ന് അമ്മ കരയുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ സാഹചര്യം അമ്മ എൻ്റെ വെള്ളമില്ലായിട്ട് അമ്മ കരഞ്ഞിട്ടുണ്ട്. ഞാൻ കിണർ കുഴിച്ച് ഒരു 32 പടവരെയായിട്ടും വെള്ളം കിട്ടായിട്ട് അമ്മ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ 6 ലക്ഷം രൂപ 10 വർഷം മുന്നേ പോയതാണ്. എൻ്റെ വീട്ടിൽ കിണർ കുഴിച്ചിട്ട് വെള്ളം കിട്ടിയില്ല. പിന്നെ കുഴൽക്കിണർ ഒഴിച്ചു. അപ്പോഴേ പോലെ അപ്പം എൻ്റെ നാശം നോക്കണം. ഞാൻ ജനിച്ച മുതൽ എനിക്ക് പ്രശ്നങ്ങളാണ്. അപ്പം മുതലേ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം വെള്ളം കിട്ടാൻ അമ്മയ്ക്ക് ഇരുന്ന് കാര്യമായിരുന്നു. അപ്പം ഞാൻ എത്ര പെയിൻ അനുഭവിച്ചു, ലോൺ എടുത്ത് ഒക്കെയാണ് കിണർ ഒഴിച്ചത്. അതിൽ വെള്ളമില്ല. അപ്പം ദൈവം എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ നല്ലത് വരുമ്പോൾ മാത്രം ദൈവമുണ്ട്, മോശം വരുമ്പോൾ ദൈവമില്ല. അപ്പം അവിടെയൊക്കെ ഞാൻ ദൈവത്തിന് ഞാൻ പറഞ്ഞില്ല, അമ്പലങ്ങളിൽ പോകുമ്പോൾ എനിക്ക് അമിതമായ വിശ്വാസങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ അന്ന് കിണർ ഒഴിച്ചപ്പോൾ ദൈവത്തിന് വെള്ളം തന്നുകൂടായിരുന്നു. 30 പടയ ഒഴിച്ചു, 6 ലക്ഷം രൂപ പോയി. അന്ന് എന്താ ദൈവത്തിന് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ തുള്ളി വെള്ളത്തിൽ തന്നൂടെ? ആ കിണർ 50,000 രൂപയുടെ മണ്ണിട്ടിട്ടാണ് കിണർ ഞാൻ മൂടിയത്. എന്നിട്ട് പിന്നെയും ഞാൻ 1.5 ലക്ഷം ചിലവാക്കിയിട്ടാണ് ഒരു കുഴൽക്കിണർ ഒഴിച്ചത്. അത് നാട്ടുകാരെല്ലാം കൂടിയിട്ട് നിർത്തുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ആരെയും ഞാൻ മറന്നിട്ടില്ല. ഞാൻ എല്ലാ കണക്കുകളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, മനസ്സിൽ വെച്ച് തരുന്നില്ല. പക്ഷെ എനിക്ക് ഒന്നും മറന്നിട്ടില്ല. ഞാൻ ഒറ്റയാൾ പട്ടാളായിട്ട് ജീവിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പം അമ്മ അന്ന് കരഞ്ഞു വന്നപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ സീരിയസ് ആയി കരയുമ്പോൾ ഞാൻ ഇത് പറഞ്ഞു അതിൽ സ്ഥലമില്ല. എൻ്റെ മുറ്റത്ത് 3 കാറ് ഒരു പിക്കപ്പ് വാനും കൂടെ ഇങ്ങനെ വെച്ചിട്ട് അമ്മേനെ നടുക്കിപ്പിച്ച് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അമ്മ ഒരു ദിവസം ജീപ്പിലായിരിക്കും, അമ്മ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകും, ഒരു ദിവസം കാറിൽ പോകും.